നമസ്കാരം. ഞാൻ രേണുക തോമസ്. ഞാനും എൻ്റെ സുഹൃത്തായ ശശികലയും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സഞ്ജീവനി ബിഫ്രണ്ടിംഗ് സെന്ററിലെ സന്നദ്ധ പ്രവർത്തകരാണ്. ആത്മഹത്യയുടെ കാരണങ്ങളും അതിനെ പ്രതിരോധിക്കാൻ സഞ്ജീവനി ചെയ്യുന്ന കാര്യങ്ങളെയും കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആത്മഹത്യാ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാം. ആത്മഹത്യ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, മാനസിക പ്രശ്നങ്ങളും ബൈപോളർ, ഷിസോഫ്രീനിയ, ഡിജക്ഷൻ, ഇൻസെക്യൂരിറ്റി, ട്രോമ, ക്രോണിക് സ്ട്രെസ് മുതലായ പല ഘടകങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടാണ്. ഇന്ത്യയിൽ 21% ആത്മഹത്യകളും മാനസിക പ്രശ്നങ്ങൾ മൂലമാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ, കുടുംബ വഴക്കുകൾ, പീഡനം, സ്ത്രീധന പ്രശ്നങ്ങൾ, പ്രണയ തകർച്ച, പഠന പരാജയം ഇവയെല്ലാം സ്ട്രെസ് കൂട്ടുകയും ആത്മഹത്യയിൽ ചെന്നെത്തിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ നഷ്ടം, കൃഷി നഷ്ടം, പരീക്ഷാഫലം, രക്ഷിതാക്കളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നുമുള്ള പ്രഷർ ഇവയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നു. 15 മുതൽ 29 വയസ്സുകാർ ആണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ളത്. സ്ത്രീകളുടെ ആത്മഹത്യയും ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. മനസ്സ് വളരെയധികം വിഷമിക്കുന്ന അവസരങ്ങളുണ്ട്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ പലപ്പോഴും നമ്മൾക്കുണ്ടാവും. നമ്മളുടെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല, നമ്മൾ ആരോട് പറയാൻ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമുണ്ട്. കാരണം എന്തുമാകാം. തൊഴിൽ നഷ്ടപ്പെടലോ, സ്നേഹിക്കുന്നവരാൽ വഞ്ചിക്കപ്പെടുന്നതോ, നമ്മൾ സ്നേഹിക്കുന്നവർ മരണപ്പെടുമ്പോഴോ, ചെയ്യാൻ പാടില്ലാത്ത വല്ല കൃത്യം ചെയ്തതിൻ്റെ കുറ്റബോധമോ എന്തു വേണമെങ്കിലാകാം. മനസ്സ് വല്ലാതെ കൊണ്ടിട്ടിരിക്കുമ്പോൾ ഒന്ന് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നും. അതിനാരുമില്ലെങ്കിലോ മനസ്സ് ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകും. മനസ്സാണല്ലോ കൈവിട്ടു പോകും പലപ്പോഴും. പക്ഷേ നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം. ഇതേ സമയം നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ദുഃഖം മുഴുവൻ കേട്ട് അതിൻ്റെ ആഴം മനസ്സിലാക്കുവാനുള്ള ആൾക്കാരുണ്ട്. പല സന്നദ്ധ സംഘടനകളുമുണ്ട്, ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. ആരോട് വേണമെങ്കിലും സംസാരിക്കാം. നിങ്ങളുടെ ഉറ്റവരും ഉടയവരും, നിങ്ങളൊന്ന് ആ വാതിൽ മുട്ടി നോക്കുക. കേൾക്കാൻ പലവരും ഉണ്ടാവും. അഥവാ അങ്ങനെ ഒരു സുഹൃത്തില്ലെങ്കിൽ, ആരുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഞങ്ങളുണ്ട് നിങ്ങളുടെ ഒപ്പം. സഞ്ജീവനിയുണ്ട്. ഫോൺ നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഏത് സമയവും വിളിക്കാം. 1 മണി തൊട്ട് 5 മണി വരെ ദിവസവും, ആഴ്ചയിൽ 6 ദിവസവും തിരുവനന്തപുരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സഞ്ജീവനി. ആർക്ക് വേണമെങ്കിലും വരാം, വിഷമങ്ങൾ തുറന്നു പറയാം. പേരും ഊരും ഒന്നും അറിയണമെന്നില്ല എങ്കിൽ നിങ്ങളൊരു ഫോൺ വിളിച്ചാൽ മതി. കേൾക്കാം, നമ്മൾ കേൾക്കുന്നുണ്ട്. കുറ്റപ്പെടുത്തലോ ഉപദേശങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കി അത് ഒരു സുഹൃത്ത് പോലെ കേട്ട് നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ട്. ആരും ഇല്ല എന്നൊരു തോന്നൽ വേണ്ട, നിരാശ വേണ്ട. നമ്മളുടെ നമ്പർ നോട്ട് ചെയ്യുക, വിളിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുക. ഒരു പ്രാവശ്യം മാത്രമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിക്കാം. ഏത് സമയവും വേണമെങ്കിലും വിളിക്കാം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫോൺ നമ്പർ ഇതിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം ബന്ധപ്പെടാം. എല്ലാ തരത്തിലെ ഇമോഷണൽ സപ്പോർട്ട് നമ്മളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതിന് ട്രെയിൻഡ് ആയ വോളണ്ടിയേഴ്സാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. ഇത് ഒരു സൗജന്യ സംഘടനയാണ്. ഒരു ഫീസും വാങ്ങുന്നില്ല. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. ഈ ഫോൺ നമ്പർ നോട്ട് ചെയ്യുക. മനസ്സ് വല്ലാതെ വിഷമിക്കുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, സഞ്ജീവനിയെ ഓർക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.